അങ്ങനെ സച്ചിൻ്റെ വണ്ടി എടുത്തിട്ട് വന്ന പോലീസുകാരൻ്റെ കൈയൊക്കെ ഓടിയുണ്ട്. ആ പോലീസുകാരൻ നമ്മുടെ അരുൺ പോലീസിനോട് പറയുന്നുണ്ട്, ആ ഡ്രൈവർ പറഞ്ഞത് സത്യ സാറേ, ആ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സാറിൻ്റെ വണ്ടിയിൽ വന്ന് മുട്ടി, അല്ലാതെ അയാൾ മനഃപൂർവ്വം മുട്ടിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുൺ പറയുന്നുണ്ട്, ഇത് ആരോടും പറയണ്ട, ഞാൻ എന്തായാലും SIയോട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്, എന്തായാലും അതനുസരിച്ചിട്ട് അയാൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും, ഇപ്പം നീ തൽക്കാലം ഇത് ആരോടും പറയണ്ടെന്നൊക്കെ പറയേണ്ട ആ പോലീസുകാരൻ എന്തായാലും പറഞ്ഞത് കേട്ടിട്ട് മുണ്ടാതെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ സച്ചി രേവതിയുടെ കൂടെ ഇങ്ങനെ പൂവിങ്ങനെ കെട്ടിയിട്ട് ഓരോന്നും സംസാരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുവന്ന് ചന്ദ്ര പറയണ്ട, നീ അവനെ അലക്കാൻ കൂട്ടിക്കോ, അടുക്കള പണിക്ക് കൂട്ടിക്കോ, തുടയ്ക്കാൻ കൂട്ടിക്കോ, പൂ കെട്ടാൻ കൂട്ടിക്കോ, എല്ലാ പണിക്കും കൂട്ടിക്കോ, ഇനി അവന് പണിയും തോരൊന്നും ഇല്ലല്ലോ, ഇവൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനല്ലേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ രേവതിക്കാണെങ്കിൽ വലിയ സങ്കടം വന്നിട്ട് രേവതി എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അരുണിനെ ചോദിക്കുന്ന സമയത്ത് അരുൺ പുറത്ത് പോയിന്നപ്പോൾ വരുന്നു പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോലീസുകാരും തമ്മിൽ പറയുന്നുണ്ട്, അരുൺ പോലീസ് വാണിച്ചിട്ട് മനഃപൂർവ്വം ആ ഡ്രൈവറെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആ ഡ്രൈവറിന് ശരിക്കും ബ്രേക്കില്ല, ഞാനത് പറഞ്ഞാലും അരുൺ പോലീസ് കേൾക്കണില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ വലിയ സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അയാളെ വേണിച്ചിട്ട് ആരോ ബ്രേക്കൊക്കെ മുറിച്ചിരിക്കുകയാണ്, പാവം അയാൾ ഇതിൽ പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രേവതി വേഗം സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഓ അപ്പോൾ എല്ലാവരും മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നത്, എന്തായാലും നമ്മൾ SI സാർ വരട്ടെ, അയാളോട് നമ്മൾ എല്ലാ സത്യങ്ങളും പറയാം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് തെളിവ് സച്ചിയായിട്ട് ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും SI സാറെ കാത്ത് നിൽക്കേണ്ടത്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.